ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ രാത്രികാലത്തെ ദൈവവചന പഠനത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ വിവിധ ഇടങ്ങളിൽ നമ്മെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്റെ ചിറകടിയിൽ നമ്മെ മറയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. നമ്മുടെ പ്രാണനെ രക്ഷിച്ച കർത്താവ് നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമുഖത്ത് നമ്മുടെ ആത്മീക ഭൗതിക ജീവിതത്തിന് ആവശ്യമായ ദൈവവചന സത്യങ്ങൾ അത് നമ്മെ സ്വാതന്ത്ര്യവും ശുദ്ധീകരണവും ഒക്കെ നൽകി തരുന്നതാകൊണ്ട് ആമേൻ സ്തോത്രം. നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റി കർത്തൃസന്നിധിയിലായിരിക്കാം. ദൈവത്തിന്റെ കൃപ ഈ രാത്രികാലം നമുക്ക് ദൈവവചനത്തോടുകൂടെ ദൈവം ലഭ്യമാക്കട്ടെ. ആമേൻ സ്തോത്രം. കേൾക്കുന്ന വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ആമേൻ നമ്മുടെ മിഥ്യാധാരണകളെ മാറ്റി ദൈവത്താൽ നമ്മുടെ ജീവിതത്തിന് ഹല്ലേലൂയ സ്തോത്രം നന്മയും അനുഗ്രഹവും ഉണ്ടാകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് വചനത്തിന്റെ വാതിലുകളെ ഈ രാത്രി തുറന്നു തരേണ്ടതിന് പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കാം. മാനുഷിക വചനമായിട്ടല്ല, സാക്ഷാൽ ദൈവത്തിന്റെ വചനമായി രാത്രികാലം ആമേൻ വെളിപ്പെട്ടു വരേണ്ടതിന് ആമേൻ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം ആമേൻ ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായി ഈ ലോകത്തിൽ വെളിപ്പെട്ട കർത്താവായ യേശു ആമേൻ തിരുവെഴുത്തിലൂടെ നമ്മോട് രാത്രികാലം സംസാരിക്കേണ്ടതിന്, അവൻ ചെയ്ത വലിയ പ്രവൃത്തികളുടെ മർമ്മങ്ങളെ മനസ്സിലാക്കേണ്ടതിന്, ഇന്നും അവൻ ഏത് അനുഭവത്തിലായിരിക്കുന്നുവെന്ന് ദൈവജനത്തിന് വചനത്തിലൂടെ ഉറപ്പ് നൽകേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നാം ചിന്തിക്കുന്ന ദൈവവചന ഭാഗം പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ നിന്നുകൊണ്ടാണ്. ആമേൻ സ്തോത്രം. അതൊരു കണ്ടിന്യൂസ് വാക്യമാണ്. 19 മുതൽ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നോഹയുടെ കാലം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലൂടെ വിശ്വാസ സ്നാനത്തിൽ ആമേൻ യേശുവിനോട് ചേർന്ന പ്രിയപ്പെട്ടവർക്കുണ്ടാകുന്ന ആമേൻ സ്തോത്രം ദൈവികമായ അനുഭവങ്ങളും, തുടർന്ന് ക്രിസ്തുവേശു ആമേൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നുവെന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. അതിന്റെയൊക്കെ പിന്നിലുള്ള ദൈവിക പദ്ധതികളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് നമ്മെ ഭൂമുഖത്ത് രക്ഷിച്ച് അവന്റെ നാമത്തിൽ നിർത്തിയിരിക്കുമ്പോൾ ആമേൻ നമ്മുടെ പ്രാണനെ രക്ഷിച്ച ദൈവം ഇന്നും നമുക്ക് വേണ്ടി ക്രിസ്തുവേശുവിലൂടെ തന്റെ ശുശ്രൂഷ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ആമേൻ വാക്യം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം വായിച്ചോട്ടെ. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരികളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. നാം ദൈവവചനത്തിൽ ഇങ്ങനെ വായിച്ചു, അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവനെ കീഴ്പ്പെട്ടുമിരിക്കുന്നു. നമുക്ക് തലവണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്, കർത്താവേ, ദൈവത്തിന്റെ വചനം ഈ രാത്രികാലം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അത് ആഴത്തിൽ പതിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ നിരാശകളൊക്കെ ഒന്ന് മാറണം. ആമേൻ. പ്രത്യാശയുടെ മുഖം നമ്മിൽ വെളിപ്പെട്ടു വരണം. ദൈവത്തിന്റെ തേജസ് വചനത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ജ്വലിച്ച് പ്രകാശിക്കണം. ആമേൻ. കാരണം നാം വിശേഷതയുള്ള ഒരു ജാതിയായി ആമേൻ സ്തോത്രം ഇരുളിന്റെ ആധിപത്യത്തിൽ നിന്നും വിടുവിച്ചെടുത്ത് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിന് അവകാശികളാക്കി നമ്മെ തീർത്തിരിക്കുമ്പോൾ ആ പദവി മനസ്സിലാക്കി ദൈവസന്നിധിയിലെ രാത്രികാലം സന്തോഷത്തോടെ നമുക്കായിരിക്കാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. വചനം ദൈവം നമുക്ക് ഐശ്വര്യമായി രാത്രി നൽകി തരേണ്ടതിന് ആമേൻ സ്തോത്രം നമുക്ക് ആമേൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ശാന്തതുറമുഖം അടുത്തു എന്റെ കാന്തനോടേറ്റം അടുത്തു, അധികമില്ല അധികമില്ല യാത്ര, അധികമില്ല 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 യാത്ര, അധികമില്ല. കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ, കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ, ക്രൂശിൽ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിൽ എത്തുവോളം,
ക്രൂശിൽ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിൽ എത്തുവോളം ശാന്ത തുറമുഖം അടുത്തു എന്റെ കാന്തനോടേറ്റം അടുത്തു അധികമില്ല അധികമില്ല യാത്ര അധികമില്ല സ്വന്ത ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും സ്വന്ത ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും യേശു എന്നെ കൈവിടില്ല ക്ലേശങ്ങളിൽ താങ്ങിടും താൻ യേശു എന്നെ കൈവിടില്ല ക്ലേശങ്ങളിൽ താങ്ങിടും താൻ ശാന്ത തുറമുഖം അടുത്തു എന്റെ കാന്തനോടേറ്റം അടുത്തു അധികമില്ല അധികമില്ല യാത്ര അധികമില്ല 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 യാത്ര അധികമില്ല. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിന്റെ രാത്രിയാമത്തിനായി സ്തോത്രം കരയേറ്റുന്നു. ഈ ദിവസം ദാനം തന്ന ദൈവം പ്രഭാതം മുതൽ രാത്രി വരെ നിന്റെ ചിറകടിയിൽ ഞങ്ങളെ മറച്ചു. സംഭവലമായ ലോകത്തിൽ ദൈവം ഞങ്ങളെ ദൃഷ്ടിവെച്ച് ആലോചന തന്ന് നടക്കേണ്ടുന്ന വഴിയിൽ നടത്തിയതോർത്ത് സ്തോത്രം കരയേറ്റുന്നു. ദൈവം തന്ന കൃപകൾക്കും ദാനങ്ങൾക്കുമായി സ്തോത്രം. ഈ രാത്രികാലം വാഞ്ചയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന കർത്താവെ, ദൈവവചനം ശക്തിയോടെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിക്കുവാൻ, അതിന്റെ നന്മകളും വിടുതലുകളും അനുഭവിപ്പാൻ, അത് ഞങ്ങളിലൂടെ നിവൃത്തിയാകുവാൻ, അതിന്റെ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുവാൻ കർത്താവെ ഈ രാത്രി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട വലിയ ദൈവകൃപയ്ക്കായി ഈ രാത്രി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ പ്രാണനെ വീണ്ടെടുത്തവൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട്, ഇന്നും പിതാവിന്റെ വലത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടത്തേക്ക് സ്തോത്രം കരയേറ്റുന്നു. ഞങ്ങൾ ഭാഗ്യമുള്ള ജാതിയാണല്ലോ കർത്താവെ, വിശേഷതയുള്ളവരും മാന്യരുമായി ഞങ്ങളെ എണ്ണിയത് ഓർത്ത്, ഞങ്ങളെ മക്കളും അവകാശികളുമാക്കി തീർത്തത് ഓർത്ത്, നിന്റെ ഉള്ളങ്കയിൽ ഞങ്ങളുടെ പേര് വരച്ചിരിക്കുന്നത് ഓർത്ത്, ഞങ്ങളുടെ മേലുള്ള ദൈവിക വാഗ്ദത്തം നീ നിറവേറ്റുവാൻ അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾ അവിടത്തേക്ക് സ്തോത്രം കരയേറ്റുന്നു. കർത്താവെ, മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ ജാഗരിപ്പാനും ലജ്ജ കൂടാതെ മുട്ടുവാനും ഞങ്ങൾക്ക് കൃപ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രി ഞങ്ങളുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഒരുമിച്ച് കൂട്ടി ഞങ്ങളുടെ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വചനത്തിന്റെ ചുരുളുകളെ ഈ രാത്രികാലം അതിന്റെ പൊരുളുകളെ മനസ്സിലാക്കി തന്നുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ശുശ്രൂഷിപ്പാൻ ഈ ദാസന് കൃപ തരണമേ. ഇന്നലകളിൽ ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത് സ്തോത്രം കരയേറ്റുന്നു. അനവധി സത്യങ്ങൾ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചല്ലോ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാണ്. ഈ രാത്രികാലവും വാഞ്ചയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മർമ്മങ്ങളെ ഈ രാത്രി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് ഈ രാത്രികാലം ശുശ്രൂഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലിങ്ക് ചെയ്യാൻ ഇനിയുമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാം അവിടുന്ന് കൂട്ടിവരുത്തി സമയത്ത് വേഗത്തിൽ അവരും ലിങ്ക് ചെയ്യപ്പെടുവാൻ, ഒരുമിച്ച് ഞങ്ങൾക്ക് ദൈവിക സന്തോഷം അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശാരീരിക ക്ഷീണത്തിലോ പ്രയാസത്തിലോ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ രാത്രികാലം നിന്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. എക്സാമിനേഷൻ എഴുതുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് ബുദ്ധി, ജ്ഞാനവും വിവേകവും നൽകി കൊടുത്തു ശ്രദ്ധയോടെ അവർ പഠിച്ചതൊക്കെ എഴുതുവാനും അതവരുടെ ഭാവിക്ക് ഉപകാരമായി തീരുവാനും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തും. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന് അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി ക്രിസ്തുവേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവേശു ഭൂമിയിൽ കടന്നു വന്ന് ജഡത്തിൽ ചെയ്യേണ്ടതായ ശുശ്രൂഷകൾ നിവർത്തിച്ച ശേഷം
ആത്മശരീരത്തിൽ താൻ ഭൂമിയുടെ അധോമണ്ഡലങ്ങളിലും പറുദീസയിലും ഒക്കെ കടന്നുപോയി ആമേൻ ചെയ്യേണ്ടതായ ശുശ്രൂഷകൾ നിവർത്തിച്ച ശേഷം താൻ പുനരുദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ആമേൻ സ്തോത്രം. യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഒരു പർട്ടിക്കുലർ സമയം വരെ ഇരിക്കേണ്ടതാകുന്നു. അതിന് ചില പ്രത്യേകമായ മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്ത് ആമേൻ ഒരു കസേരയിട്ട് കാറ്റുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് താൻ രക്ഷിച്ച തന്റെ മക്കൾക്ക് വേണ്ടി ആമേൻ സ്തോത്രം തന്റെ രക്തം കൊടുത്ത വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി ഇന്നും രക്ഷ പ്രാപിച്ച് ദൈവസഭയോട് ചേർക്കപ്പെടുന്ന ഓരോ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ മക്കൾക്കും വേണ്ടി യേശു ക്രിസ്തു ഇന്നും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഭൂമിയിൽ നാം ജഡത്തിൽ ജീവിക്കുമ്പോൾ തിന്മ നിറഞ്ഞ ലോകത്തിന്റെ സ്വാധീനവും പാപ സ്വഭാവങ്ങളുടെ വശ്യതകളും ഒക്കെ പല രീതിയിൽ നമ്മെ ബലഹീനപ്പെടുത്താൻ ഇടയാകുന്നുണ്ട്. അപ്രകാരമുള്ള ബലഹീനതകളൊന്നും നമ്മെ തളർത്തിക്കളയാതെ, അത് നമ്മെ പാപത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകാതെ, പാപത്തിന്റെ ആമേൻ സ്തോത്രം ആ ശിക്ഷയിൽ നിന്നും വിടുവിച്ചെടുത്ത് നമ്മെ തുടർന്നും കൃപയിൽ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടതിന് യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാനിടയായി തീർന്നു. എന്നാൽ എന്ന് വരെയാണ് യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നത്? കാരണം ദൈവിക പദ്ധതികളെല്ലാം ആമേൻ ഒരു കംപ്ലീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു വചനമായി ദൈവത്തിൽ ഇരുന്നവൻ, ദൈവത്തിന്റെ നാവായിരുന്നവൻ, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ജഡമായി തീർന്നു, ഭൂമിയിൽ ജീവിച്ചു, ഒരു ശരീരം എടുത്തുകൊണ്ട് വന്നു. അതോടൊപ്പം ആമേൻ സ്തോത്രം തന്റെ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകളെല്ലാം വിശ്വസ്തയോടെ ചെയ്ത് ഇന്ന് ആ ഒരു പഴയ അനുഭവത്തിലേക്ക് വീണ്ടും മടങ്ങിപ്പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ എലോഹീം എന്ന ആ ദൈവിക പൂർണ്ണതയിലേക്ക് യേശു മടങ്ങിപ്പോയിട്ടില്ല. യേശു ഇപ്പോഴും വചനമായി ജഡത്തിൽ വെളിപ്പെട്ട കർത്താവായ യേശു ഇന്ന് ആത്മശരീരത്തോടുകൂടെ പിതാവിന്റെ വലത് ഭാഗത്ത് ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊരു പീരീഡ് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ സ്തോത്ര. പീരീഡ് എന്ന് പറയുന്നത് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം യേശു തന്റെ മഹാപുരോഹിത ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദൈവവചന ഭാഗങ്ങളാണ്. ആമേൻ സ്തോത്രം. കുറിച്ചെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഈ വാക്യങ്ങളൊക്കെ കുറിച്ചെടുക്കുന്നത് നന്നായിരിക്കും. കാരണം യേശുക്രിസ്തു ഇന്ന് ഐഡിയലായിട്ട് ഒരിടത്ത് പോയി ഇരിക്കുകയല്ല, മറിച്ച് ദൈവസഭയ്ക്ക് വേണ്ടി താൻ വീണ്ടെടുത്ത തന്റെ രക്തം കൊടുത്ത് സമ്പാദിച്ച തന്റെ സഭയ്ക്ക് വേണ്ടി യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്നുണ്ട്. അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം തന്റെ ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം. അപ്പൊ നാച്ചുറലി ഒരു ചോദ്യം വരും, ആമേൻ ശത്രുക്കളുണ്ടോ? യേശുവിന് ശത്രുവുണ്ടോ? ശത്രു യേശുവിനല്ല. വാസ്തവത്തിൽ ഇന്നും യേശു പക്ഷവാദം ചെയ്യുന്ന യേശുവിന് വേണ്ടിയല്ല. യേശു രക്ഷിച്ച മക്കൾക്ക് ഇന്നും ശത്രുവുണ്ട്. അവർ പൂർണ്ണമായി ആ ശത്രുവിന്റെ മേൽ ജയമെടുത്തിട്ടില്ല. നമ്മളിവിടേക്കൊക്കെ ഈ രാത്രികാലം കടന്നു വരുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്നാൽ ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 10, 11 and 12. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭൂമിയിലുള്ള പുരോഹിതന്മാരെ പോലെ അല്ല യേശു. യേശു എന്ന മഹാപുരോഹിതൻ ഒരിക്കലായിട്ട് യാഗമർപ്പിച്ച് അത് ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ രക്തം കൊണ്ടല്ല, തന്റെ സ്വന്തം രക്തം കൊണ്ട് ആ പരമയാഗത്തിന് പൂർണ്ണത വരുത്തി പഴയ നിയമത്തിലെ എല്ലാ യാഗങ്ങൾക്കും കംപ്ലീഷൻ വരുത്തിക്കൊണ്ട് ആമേൻ സ്തോത്രം പിതാവിന്റെ അടുക്കലേക്ക് കയറിപ്പോയി. ആമേൻ സ്തോത്രം എപ്പോൾ വരെ ഇരിക്കുന്നുവെന്ന് അവിടെ സ്പെസിഫിക്കലി പറയുന്നുണ്ട്. ആമേൻ സ്തോത്രം ശത്രുക്കളെ അവന്റെ പാദപീഠമാക്കുവോളം. അതാണ് ആമേൻ സ്തോത്രം ഇന്ന് രാത്രി നാം ചിന്തിക്കുന്ന ആമേൻ ദൈവവചന ഭാഗങ്ങൾ അതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഇതാണ്. ആമേൻ സ്തോത്രം തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. നമ്മൾ സങ്കീർത്തന പുസ്തകം 110 നോക്കിക്കഴിഞ്ഞാൽ ഈ വചനഭാഗത്തിന്റെ ഒരു പ്രവചനം ദാവീദ് പണ്ടേ പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജഡത്തിലെ അവതാരവും, ആമേൻ സ്തോത്രം, ഭൂമിയിലെ ജീവിതവും, ഭൂമിയിൽ അനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങളും, ഇതെല്ലാം പ്രവാചകന്മാർക്ക് സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിന്റെ ആത്മാവ് അവരിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ദാവീദിലൂടെ പല സമയങ്ങളിൽ പല അനുഭവങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അവൻ മോശയിലൂടെ സംസാരിച്ചിട്ടുണ്ട്, യെശയ്യാവിലൂടെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ 110 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രവചന ആത്മാവിൽ അവൻ ദാവീദ് യേശുക്രിസ്തുവിന്റെ ഇന്നത്തെ ശുശ്രൂഷയെ കുറിച്ച് പോലും, എന്ന് പറഞ്ഞാൽ യേശു ഭൂമിയിൽ വരുമെന്നും ജനിച്ച് തന്റെ രക്തം കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തിയതിനു ശേഷം പുനരുത്ഥാനം ചെയ്ത് പിതാവിന്റെ വലതു ഭാഗത്തേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞ് എന്ത് ശുശ്രൂഷ അവിടെ ഇരുന്ന് ചെയ്യുമെന്ന് വരെ പ്രവാചകന്മാർക്ക് ദൈവം പണ്ടേ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പറയുന്നതിന്റെ അർത്ഥം തിരുവഴുത്തിലെ ഓരോ കാര്യങ്ങളും യാദൃച്ഛികമല്ല. ഇതെല്ലാം ഓൾറെഡി സമയാസമയങ്ങളിൽ ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവൻ പ്രവാചകന്മാർ, വാസ്തവത്തിൽ ദൈവം എന്തിനാണ് പ്രവാചകന്മാർക്ക് ഇതൊക്കെ വെളിപ്പെടുത്തി കൊടുത്തത്? കാലാകാലങ്ങളിലുള്ള ജനം മശിഹായുടെ വരവിനെ നോക്കി പാർക്കുകയും അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ പ്രമാണത്തെ അതൊരു നിഴല് പോലെ അവർക്ക് നൽകി കൊടുത്തിരിക്കുമ്പോൾ ആ പൊരുളിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ നിഴലിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ പോലും, ഒരു യാഗം അർപ്പിക്കുമ്പോൾ പോലും, അവൻ ഒരു സ്തോത്രം അർപ്പിക്കുമ്പോൾ പോലും മുന്നിൽ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ആ കർമ്മം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറുക്കപ്പെടാൻ പോകുന്ന ഒരു കുഞ്ഞാടിനെ, അതായത് ഒരു മനുഷ്യനായി ഭൂമിയിൽ വെളിപ്പെടുന്ന ഒരു കുഞ്ഞാടിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിന് നിഴൽ എന്നോണം പഴയ നിയമ കാലങ്ങളിൽ യാഗമർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെടുത്തിയ കൂട്ടത്തിൽ ദാവീദിന് കൊടുത്തിരിക്കുന്ന, വായിച്ചാട്ട് 110 1 വാക്യം. യഹോവ തന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളോ നീ എന്റെ വലത്തുഭാഗത്തിരിക്കാം. വാസ്തവത്തിൽ ഈ ദൈവവചന സത്യം അറിയാത്ത ഒരാൾ ഈ വാക്യം വായിച്ച് ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. ആമേൻ സ്തോത്രം. ആരോട് അരുളി ചെയ്തു? അതാണ് അവിടുത്തെ പ്രത്യേകത. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. അപ്പോൾ പണ്ട് കാലത്ത് തന്നെ യേശുവിൽ വെളിപ്പെടാനിരുന്ന ഒരു ശുശ്രൂഷ. ഇത് ദാവീദ് ജീവിച്ചിരുന്ന കാലവും യേശുക്രിസ്തുവിന്റെ മരണവും തമ്മിൽ നൂറ്റാണ്ടിന്റെ വ്യത്യാസമുണ്ട്. പക്ഷെ പ്രവാചകനായ ദാവീദ് രാജാവുമാണ്, പ്രവാചകനുമാണ്. അപ്പൊ പ്രവാചകനായ ദാവീദിന് പരിശുദ്ധാത്മാവ് പണ്ടേ കൊടുത്ത ഒരു വെളിപ്പാടാണ് വാസ്തവത്തിൽ യേശുക്രിസ്തുവിന്റെ ഭാവിയിലുള്ള ശുശ്രൂഷ എന്താണ്. അവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ആരോട് അരുളി ചെയ്തു? യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. അപ്പോൾ ദൈവം കർത്താവിനോട് അരുളി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവവും കർത്താവായ യേശുക്രിസ്തുവിനെ അവിടെ കാണിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് ഭൂമിയിൽ ജഡത്തിലെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം, അതാണ് വചനം വിവേചിച്ച് പഠിക്കാതിരുന്നാൽ പെട്ടെന്ന് എടുത്ത് വായിക്കുന്ന ഒരാൾക്ക് ഇത് കൺഫ്യൂഷൻ തോന്നും. ഇതേത് കാലത്ത് എപ്പോൾ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ വേദപുസ്തകം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ പ്രവചനമാണ്. അതാണ് ബൈബിളിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ബൈബിളിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. ഉൽപ്പത്തി കഴിഞ്ഞിട്ട് പുറപ്പാട് കഴിഞ്ഞിട്ട് ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകം, ഇങ്ങനെ അങ്ങ് ഓർഡർലി പുസ്തകം വെച്ചിട്ടുണ്ട് എങ്കിലും തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ആ ഓർഡർ അനുസരിച്ചല്ല കാലഘട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ കാലങ്ങൾ എന്ന് പറയുന്നത് വാക്യങ്ങളുടെ അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ആ ഒരു കമ്പൈലിംഗ് അനുസരിച്ചല്ല കാലങ്ങൾ വെളിപ്പെടുന്നത്. കാരണം ഇയ്യോബ് ജീവിച്ചിരുന്നത് സ്തോത്രം സങ്കീർത്തനം എഴുതുന്നതിന് തൊട്ട് മുമ്പാണെന്ന് ആരും ചിന്തിക്കരുത്. ഇയ്യോബ് അതിനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചിട്ട് സങ്കീർത്തനം കഴിഞ്ഞ ഉടനെ സ്തോത്രം സദൃശവാക്യം കഴിഞ്ഞാല് ഉത്തമഗീതം അല്ലെങ്കിൽ സഭാപ്രസംഗം, ഇതെല്ലാം ഓരോന്ന് ഓരോ സമയത്ത് വന്നുവെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇതിന്റെ ഓർഡർ ആ രീതിയിലല്ല പോകുന്നത്. ബൈബിളിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായിട്ടുള്ള ബന്ധത്തിന് ശേഷം എൻഡ് വരെയുള്ള കാലമെന്ന് പറയുന്നത് വേർതിരിച്ച് നാം പഠിക്കേണ്ടതാകുന്നു. എനിവേ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല.
അപ്പോൾ പിന്നീട് യേശുവിൽ നടക്കേണ്ട ഒരു ശുശ്രൂഷ, പ്രവാചകന്മാർക്ക് ദൈവം ഹൃദയം തുറന്നു കൊടുക്കുന്ന നോക്കുക. യേശു ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ, അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുക്കലേക്ക് കയറിപ്പോയി, അവൻ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് പുതിയ നിയമസഭയ്ക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ആ സമയം എന്ന് വരെ നീ എന്റെ വലതുഭാഗത്തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 25-26 വാക്യങ്ങൾ വായിച്ചാട്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 25-26 വാക്യങ്ങൾ. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഇതാണ് പ്രാധാന്യം അർഹിക്കുന്ന വിഷയം. അതായത് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. അപ്പോൾ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം യേശു എന്ത് ചെയ്യണം? പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കേണ്ടതാകുന്നു. എന്നിട്ട് പറയുന്നു, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. അപ്പൊ ഇതേത് ശത്രുവിനെയാ വാസ്തവത്തിൽ അവൻ വെളിപ്പെടുത്തുന്ന ചോദിച്ചാൽ, മരണം എന്ന ശത്രു യേശുവിന് കീഴ്പ്പെട്ടു എങ്കിലും എനിക്കും നിങ്ങൾക്കും ഇന്ന് വരെ മരണം കീഴ്പ്പെട്ടിട്ടില്ല. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാണ് എന്ന് വരെ യേശു പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ഒടുക്കത്തെ ശത്രുവാകുന്ന മരണം നീങ്ങിപ്പോകുന്നു. എപ്പോഴാണ് മരണം നീങ്ങിപ്പോകുന്നത്? ആർക്ക് വേണ്ടിയാണ് നീക്കുപോക്ക് വരുത്തേണ്ടത്? നമ്മൾ വചനം പഠിച്ചാൽ അറിയാം, യേശു ക്രിസ്തു ഓൾറെഡി മരണത്തെ എന്ത് ചെയ്തു? ജയിച്ചു കഴിഞ്ഞു. യേശു പുനരുദ്ധാനം ചെയ്തതോടുകൂടി യേശു മരണത്തെ കീഴ്പ്പെടുത്തി ആ അധികാരം തന്റെ പക്കൽ വന്നു. എന്നാൽ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മരണത്തിന് നാം കീഴ്പ്പെടുന്നു. ആമേൻ, സ്തോത്രം. അത് ദൈവം വെച്ച ഒരു നിയമമാകുന്നു. എന്നാൽ എന്ന് വരെയാണത്? മരണത്തെ ഞാനും നിങ്ങളും കീഴ്പ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ് നമ്മൾ മരണത്തെ കീഴ്പ്പെടുത്തുന്നത്? യേശു കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വന്ന് മരിച്ചവർ മുമ്പേ ഉയർത്ത് പിന്നെ ജീവനോടിരിക്കുന്ന ഞാനും നിങ്ങളും രൂപാന്തരപ്പെട്ട് ആ ഒരു സമയമാണ് വാസ്തവത്തിൽ ഞാനും നിങ്ങൾ എന്തിനെ ജയിക്കുന്നത്? മരണത്തെ. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവൻ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്ത് എപ്പോൾ വരെ അവൻ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ യേശുവിന്റെ മധ്യാകാശ വരവ് വരെ. കാരണം മധ്യാകാശ വരവിങ്കൽ വിശുദ്ധന്മാർ മരണത്തെ ജയിച്ചെഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട മരണത്തിന്റെ മേൽ ജയമെടുക്കുന്നത് വരെ നോക്കുക. ദൈവത്തിന്റെ പ്രിസൈസ് പദ്ധതി നോക്കുക. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആ മാത്സിന്റെ ബ്യൂട്ടി മനസ്സിലാക്കുന്നത്. നമുക്ക് വേണ്ടി യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്ത് എപ്പോ വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ, ആമേൻ, സ്തോത്രം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശുദ്ധൻ ഭൂമിയിൽ ജഡത്തിൽ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ ജീവനോടിരിക്കുന്നവർക്ക് രണ്ടും ഐഡന്റിക്കലി സെയിം ആണ്. ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെട്ടാലും മരിച്ചവർ പുനരുദ്ധാനം ചെയ്താലും അവർ രണ്ടു കൂട്ടരും മരണത്തെ ജയിക്കുകയാണ്. അതുവരെ നമുക്ക് വേണ്ടി ഒരു വക്കീൽ എവിടെ ഇരിപ്പുണ്ട്? പിതാവിന്റെ വലത്ത് ഭാഗത്ത്. കാരണം അപ്പോൾ വരെ നാം ജഡത്തിൽ ബലഹീനതകളുള്ള മനുഷ്യരാകൊണ്ട് പിശാച് നമ്മുടെ മേൽ കുറ്റം ആരോപിച്ചു വരുമ്പോൾ നമുക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത്. ഞാൻ അവിടെ കൊണ്ട് ആ വാക്യം ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് രാത്രി എന്റെ തുടർ വാക്യത്തിലേക്ക് കടക്കുകയാണ്. ഒരിക്കൽ കൂടി പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3:22 ഒന്ന് വായിച്ചാൽ. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ഇവിടെ അടുത്ത ഒരു കാര്യം പറയുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ആർക്ക്? യേശുവിന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ഈ ഒരു വാക്യത്തിൽ ചില പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുമ്പോൾ ഓൾറെഡി
അവൻ ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അധികാരിയായിട്ടാണ് പോയിരിക്കുന്നത്. അവൻ ഇതെല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ യേശു ഇതിനെയെല്ലാം ഭൂമിയിൽ വന്ന് കീഴ്പ്പെടുത്തുക അത്രേ ചെയ്തത്. അപ്പോൾ യേശുവിന്റെ ഭൂമിയിലെ വരവെന്ന് പറയുന്നതിന് നാം ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ആഴങ്ങളുണ്ട്. ഇത് മനുഷ്യനോടുള്ള ബന്ധത്തിലാണ് നാം പഠിക്കേണ്ടത്. യേശു എന്തിന് ജഡത്തിൽ ഭൂമിയിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ആർക്ക് വേണ്ടി? മനുഷ്യന് വേണ്ടി മാത്രമാണ് വന്നത്. ദൂതന്മാർക്ക് വേണ്ടിയല്ല, കന്നുകാലികൾക്ക് വേണ്ടിയല്ല, മൃഗങ്ങൾക്ക് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടി മാത്രം. അതുകൊണ്ട് അവൻ മനുഷ്യനായിട്ട് വന്നത്. മനുഷ്യനായി യേശുക്രിസ്തു വന്നത് ഭൂമിയിൽ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു. അപ്പോൾ ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ആരംഭം തൊട്ടൊന്ന് ചിന്തിച്ചാലേ ഈ ഒരു വാക്യത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകുള്ളൂ. ആദാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തപ്പോൾ, അപ്പോൾ സൃഷ്ടിപ്പിന്റെ സമയത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ അനുഗ്രഹിച്ച് ഒരു പദവിയോടുകൂടെയാണ് ഏദൻ തോട്ടത്തിലാക്കി വെച്ചിരുന്നത്. അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് അവനൊരു പദവി കൊടുത്തു, അവന് ചില അധികാരങ്ങൾ കൊടുത്തു. അത് ആമേൻ സ്തോത്രം, അതവൻ എൻജോയ് ചെയ്യണമെന്നും അതവന് കീഴ്പ്പെട്ടിരിക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ചാണ് ദൈവം അവനെ ഏദനിൽ പാർപ്പിച്ചത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം നൽകിയിരുന്ന പദവിയും അധികാരങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു. ആമേൻ. എന്നാൽ സൃഷ്ടിച്ച് അനുഗ്രഹിച്ചപ്പോൾ അതായിരുന്നില്ല സ്ഥിതി. ഇന്നത്തെ മനുഷ്യന്റെ സ്ഥിതി ആയിരുന്നില്ല ആദാമിനെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലാക്കി വെച്ചപ്പോൾ ഉണ്ടായിരുന്നത്. അത് അറിയണമെങ്കിൽ സങ്കീർത്തനം 8-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിച്ചാണ്ട്. സാംസ് ചാപ്റ്റർ 8 5 and 6. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ഇതായിരുന്നു വാസ്തവത്തിൽ ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടിച്ച സമയത്തുള്ള മനുഷ്യന്റെ ആ ഒരു അനുഭവത്തെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. നോക്കുക, എത്ര ബ്യൂട്ടിഫുൾ ആയ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ദൈവത്തിന് തേജസ് ഉള്ളതുപോലെ അവനെയും തേജസ് അണിയിച്ചു. ദൈവത്തിന് ബഹുമാനമുള്ളതുപോലെ അവനെയും ബഹുമാനം അണിയിച്ചു. ദൈവത്തിന് സകലതും കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ അവൻ സകലതും അവന് കീഴ്പ്പെട്ടിരിക്കും. നോക്കുക, ദൈവത്തിന്റെ നിർബന്ധം നോക്കി. വെറും ഒരു ബലൂണായിട്ടല്ല നമ്മെ സൃഷ്ടിച്ചത്, ഒരു റോബോട്ടായിട്ടല്ല സൃഷ്ടിച്ചത്. വിത്ത് എ സ്പെസിഫിക് ഒരു ക്യാരക്ടറിസ്റ്റിക്കോടുകൂടി, വിത്ത് ഡിവൈൻ പവേഴ്സോടുകൂടി, വിത്ത് ഡിവൈൻ ബിഹേവിയറോടുകൂടി, ഇതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവം സൃഷ്ടികളിൽ മകുടമായിട്ടാണ് സൃഷ്ടിച്ചത്. നല്ല ഉന്നതമായ രീതിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ തേജസ്സും ബഹുമാനവും കൊടുത്ത് അലങ്കരിച്ചു. അവനെ മനോഹര രൂപയാക്കി ഈ ലോകത്തിൽ വെച്ചു. അവനെ ദൈവം സൃഷ്ടിച്ച സകലതവന് കീഴ്പ്പെട്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ സമയത്ത് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ആലോചനയായിരുന്നു. രണ്ടാമതൊരു വാക്യം വായിച്ചോട്ട്, ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 2 7 and 8. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് ദൈവജനത്തോട് ഒരു അറിയിപ്പ് കൊടുക്കുകയാണ്. അതായത് മനുഷ്യൻ പലതും മറന്നു പോകും. അപ്പോൾ പുതിയ നിയമത്തിൽ വന്ന വിശ്വാസികളോട് പറയുകയാണ്, മനുഷ്യ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ മനുഷ്യർക്ക് വലിയ പദവിയോടുകൂടെയാണ് ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചത്. മനുഷ്യന്റെ പാപമാണ് വാസ്തവത്തിൽ അവനെ ആ പൊസിഷനിൽ നിന്നും താഴേക്ക് വീഴ്ത്തിയത്. ദൈവം അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയിരുന്നേ ഉള്ളൂ. പക്ഷെ അവൻ എന്ത് സംഭവിച്ചു?
അവൻ പാപം ചെയ്തപ്പോൾ ഏറ്റവും ബോട്ടം പിറ്റിലേക്ക് അങ്ങ് പോയി. ഇതാണ് അവന് സംഭവിച്ചത്. ദൈവം ഒരിക്കലും മനുഷ്യനെ കുറിച്ച് ഇന്നത്തെ ഒരവസ്ഥ ആഗ്രഹിച്ചിരുന്നില്ല. സംഭവിക്കുമെന്ന് സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാം. പക്ഷെ അങ്ങനെ സംഭവിക്കണമെന്നുള്ളതായിരുന്നില്ല ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യൻ അധപ്പതിക്കണമെന്നും ഒന്നും ദൈവത്തിന്റെ ആഗ്രഹത്തിൽപ്പെട്ടതല്ല. അങ്ങനെ എന്നാൽ മനുഷ്യൻ അനുസരണക്കേട് കാണിക്കുമെന്നും ശത്രുവിനെ വഞ്ചിക്കുമെന്നും ഒക്കെ ദൈവത്തിന് അറിയാം തന്റെ ജ്ഞാനത്തിൽ. ദൈവം ആഗ്രഹിച്ചത് മനുഷ്യന് ദൈവം കൊടുത്ത ആ പദവി കാത്തു സൂക്ഷിച്ച് അവൻ വാസ്തവത്തിൽ ദൈവത്തിന് കീഴ്പ്പെട്ട് ദൈവം സൃഷ്ടിച്ച സകലത്തെയും കീഴ്പ്പെടുത്തി മുമ്പോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. തന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട്. ദൈവം മനുഷ്യനോട് പറഞ്ഞത് എന്താണ്? മനുഷ്യ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരി. ഒറ്റ കൽപ്പന. മനുഷ്യന് ദൈവം കൊടുത്തൊരൊറ്റ കൽപ്പന. ഈ കൽപ്പനയ്ക്ക് അവൻ കീഴ്പ്പെടാതെ, നോക്കുക, ഇതാണ് സംഭവിക്കുന്നത്. ദൈവം മനുഷ്യന് കൊടുത്ത കൽപ്പനയ്ക്ക് അവൻ കീഴ്പ്പെടാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവന് കീഴ്പ്പെടാൻ ദൈവം ആഗ്രഹിച്ച സകലതും അവന്റെ കാൽ കീഴിൽ പോയി. ഒന്നും അവന് കീഴ്പ്പെടുന്ന അവസ്ഥയല്ല. ഇന്നിപ്പോ കേരളത്തിലുള്ള വയനാട്ടിലെയും ഹൈറേഞ്ചിലെയും ഒക്കെ ഉള്ള മനുഷ്യൻ പേടിച്ചു കഴിയുക. കാട്ടുമൃഗങ്ങൾ പോലും മനുഷ്യനെ പിന്നാലെ ഓടിച്ചിട്ട് കൊല്ലുക. ഒരവസ്ഥ നോക്കുക. ഈ മൃഗങ്ങളെല്ലാം മനുഷ്യന് കീഴ്പ്പെട്ടിരിക്കണമെന്നും വായിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം 1:28 വായിച്ചാട്ട്. ഉൽപ്പത്തി 1:28. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതികളിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. മനുഷ്യന് ദൈവം കൊടുത്ത അധികാരങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ അതിനെയൊക്കെ വാഴുവിൻ വിത്ത് ആൻ അതോറിറ്റി. മനുഷ്യനോട് ദൈവം പറഞ്ഞു, ഞാൻ സൃഷ്ടിച്ച സകലത്തെയും, കാരണം ഇതെല്ലാം സൃഷ്ടിച്ച നിനക്ക് വേണ്ടിയാ. കടലിൽ കിടക്കുന്ന മീൻ ആർക്ക് വേണ്ടിയാ? ദൂതന്മാർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാ. ഇപ്പം ആദ്യം ദൈവം സസ്യമാണ് മനുഷ്യനോട് തിന്നാൻ പറഞ്ഞെങ്കിലും അവൻ മൃഗത്തിന്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയപ്പോ ദൈവം എന്ത് പറഞ്ഞു? നീ അതിനെ കൂടെ തിന്നോളാൻ പറഞ്ഞു. സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ മനുഷ്യനെ ദൈവം വെജിറ്റേറിയൻ ആയിട്ടാണ് സൃഷ്ടിച്ചത്. സസ്യാഹാരമാണ് ദൈവം അവന് കൊടുത്തിരുന്നത്. എന്നാൽ മനുഷ്യൻ ആ മൃഗീയ സ്വഭാവങ്ങളൂടെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ, എന്റെ ഭാഷയാണ് കേട്ടോ, അതായത് ദിവ്യത്വമൊക്കെ വിട്ടിട്ട് അവനൊരു ജഡ മനുഷ്യന്റെ സ്വഭാവങ്ങൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞ മൃഗത്തെ കൂടെ തിന്നു. കാരണം നിങ്ങൾ ഏകദേശം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മൃഗം മനുഷ്യനെ തിന്നുന്നത്, മനുഷ്യൻ മൃഗത്തെയും തിന്നുന്നു. നോക്കുക, ഈ മൃഗമെല്ലാം മനുഷ്യന് കീഴ്പ്പെട്ട് അവന്റെ അധികാരത്തിന്, മൃഗം മാത്രമല്ല പ്രപഞ്ചം പോലെ അവന് കീഴ്പ്പെട്ടിരിക്കണം. അതിന്റെ സാമ്പിള് ദൈവം കാണിക്കുന്നുണ്ട്. അതായത് യോശുവ സൂര്യനോട് കൽപ്പിച്ചു, സൂര്യൻ അവിടെ നിന്നു. ചന്ദ്രനോട് കൽപ്പിച്ചപ്പോൾ ചന്ദ്രൻ അവിടെ നിന്നു. അപ്പോൾ ഇതൊക്കെ ഭൂമിയിൽ അതിന്റെ സാമ്പിളായിട്ട് ദൈവം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അധികാരത്തോടുകൂടി മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച ദൈവം എന്തായിരുന്നു അവനെ കുറിച്ച് ആഗ്രഹിച്ചത്? മനുഷ്യ, നീ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുക, എന്നിട്ട് ഞാൻ സൃഷ്ടിച്ച സകലതും നിനക്ക് കീഴ്പ്പെട്ടിരുന്നോളും. നോക്കുക, ഒന്നാമത്തെ കൽപ്പന ലംഘിച്ചപ്പോൾ രണ്ടാമത്തെ ഓട്ടോമാറ്റിക്കലി പൊട്ടിപ്പോയി. മനുഷ്യൻ ദൈവത്തിന് കീഴ്പ്പെട്ടിരുന്നു കൊണ്ട് അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഒരവസ്ഥയായിരിക്കുകയില്ലായിരുന്നു. അപ്പൊ പാപം വാസ്തവത്തിൽ എന്താ ചെയ്തത്? അവന്റെ അധികാരങ്ങൾ നഷ്ടപ്പെടുത്തി, അവന്റെ പദവികൾ നഷ്ടപ്പെടുത്തി, അവന്റെ തേജസ് നഷ്ടപ്പെട്ടു, അവന്റെ ബഹുമാനം നഷ്ടപ്പെട്ടു, അവൻ എന്തെല്ലാ രീതിയിലുമുള്ള നഷ്ടങ്ങൾ, അവൻ വെറും മണ്ണിൽ നിന്നെടുത്ത മർത്യനായി മാറി. അവനിലുള്ള ഡിവൈൻ നേച്ചേഴ്സ് ഒക്കെ വിട്ടുമാറി. പൂർണ്ണമായി മാറി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അതിനെല്ലാം ക്ഷീണം സംഭവിക്കാനിടയായി തീർന്നു. ദൈവത്തിന്റെ ആ ദിവ്യത്വമൊക്കെ മനുഷ്യനിൽ ഉണ്ടായിരുന്നത് വളരെ ചെറിയ പെർസെൻറ്റേജിലേക്ക് പോകാനിടയായി തീർന്നു. ഇനി ബൈബിളിന്റെ ഭാഷയിൽ
ഒടുക്കത്തെ ആദാമായി കടന്നു വന്ന യേശുക്രിസ്തുവിനെ ബൈബിളിന്റെ ഭാഷയിൽ ഒടുക്കത്തെ ആദാം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒന്നാം ആദാമുമുണ്ട്, ഒടുക്കത്തെ ആദാമുമുണ്ട്. ഒന്നാം ആദാം എന്ന് പറയുന്നത് ദൈവം മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെയാണ് ഒന്നാം ആദാം എന്ന് പറയുന്നതെങ്കിൽ, ബൈബിളിന്റെ ഭാഷയിൽ ഒടുക്കത്തെ ആദാമായി കടന്നു വന്ന യേശുവിനെ പിശാച് പരീക്ഷിച്ചപ്പോൾ, നോക്കുക, ആദ്യത്തെ ആദാമിനെ പിശാച് എന്ത് ചെയ്തു? പരീക്ഷിച്ചു. ഒടുക്കത്തെ ആദാമിനെയും പിശാച് എന്ത് ചെയ്തു? പരീക്ഷിച്ചു. അപ്പം ഒടുക്കത്തെ ആദാമായി വന്ന യേശുക്രിസ്തു പരീക്ഷ എന്ത് ചെയ്തു? ജയിച്ചു. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ആദാമിനും പിശാചിനെ എന്ത് ചെയ്യാമായിരുന്നു? ജയിക്കാമായിരുന്നു. എന്തുകൊണ്ട്? ഞാൻ ചിന്തിപ്പിക്കുന്നത്, ഒടുക്കത്തെ ആദാമായി വന്ന യേശുക്രിസ്തു പിശാചിന്റെ പരീക്ഷയ്ക്ക് തോറ്റുപോകാതെ ആ പരീക്ഷയെ ജയിച്ചു. ഒന്നാമത്തെ ആദാമായ മനുഷ്യനെയും പരീക്ഷിച്ചപ്പോൾ അവനും ജയിക്കാമായിരുന്നു. എന്തുകൊണ്ട് അവന് ജയിക്കാമായിരുന്നു? ഇവർക്ക് രണ്ടുപേർക്കും പാപമില്ലായിരുന്നു. അതാണ് അതിന്റെ ക്വാളിറ്റി. ഒന്നാമത്തെ ആദാമിനും പാപമില്ല, ഒടുക്കത്തെ ആദാമിനും പാപമില്ല. ഇന്ന് നാം പലപ്പോഴും പിശാചിന്റെ പരീക്ഷകളെ അതിന്റെ ഫുൾനെസ്സിൽ ജയിക്കാൻ കഴിയാത്തതിന്റെ ഒരു കാര്യം നമ്മുടെ വീക്ക്നെസ് ആണ്. എന്നാൽ ഒന്നാമത്തെ ആദാമിനും ഒടുക്കത്തെ ആദാമിനും ആ വീക്ക്നെസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒന്നാമത്തെ ആദാം പ്രലോഭനത്തെ അതിന് കീഴ്പ്പെട്ടു പോയതുപോലെ വേണമെങ്കിൽ ഒടുക്കത്തെ ആദാമിനും കീഴ്പ്പെട്ടു പോകാം. അത് മനുഷ്യൻ വിട്ടുകൊടുക്കുന്ന പോലെയാണ്. ആ പരീക്ഷയ്ക്ക് ജീവിതത്തിൽ അവസരം കൊടുക്കുമ്പോഴാണ് അത് നമ്മെ കീഴ്പ്പെടുത്താൻ ഇടയാകുന്നത്. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും ജയിക്കാമായിരുന്നു. ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തുവിനെ പിശാച് പരീക്ഷിച്ചപ്പോൾ യേശു എതിർത്ത് നിന്നതുപോലെ യേശു എന്തെങ്കിലും ചെയ്തോ? വാളെടുത്ത് കുന്തമെടുത്ത് പിശാചിനെ വല്ലതും ചെയ്തോ? അവനെ റെസിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ he has got the capacity to resist him. അവനോട് എതിർത്ത് നിൽക്കാനുള്ള ആ കഴിവ് യേശുവിനുണ്ടായിരുന്നു. ഇതേ കഴിവ് ആർക്കും ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ആദാമിന് പരീക്ഷിച്ചുകൊണ്ട് വന്നപ്പോൾ നീ എന്റെ പണി നോക്കാൻ പറഞ്ഞു പോയി വിട്ടാൽ മതിയായിരുന്നു, അവനങ്ങ് പോയേനെ. അത് പറയാനുള്ള അധികാരവും അത് പറയാനുള്ള എല്ലാ ആ ഒരു സാഹചര്യവും ഒന്നാമത്തെ ആദാമിനുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ ഒരുപക്ഷെ ചിന്തിക്കും, ഒന്നാമത്തെ ആദാം അല്ലല്ലോ തെറ്റിയത്, ഹവ്വ. ആഫ്റ്റർ ഓൾ ഹവ്വ എന്ന് പറഞ്ഞത് ആരിൽ നിന്ന് വന്നത് തന്നെയാണ്. ഹവ്വ വാസ്തവത്തിൽ ആദാമിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെന്നേ ഉള്ളൂ. എന്റെ ഭാഷ പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോ രണ്ടും കൂടെ കൂടിയാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് ഒന്നായിരുന്നതിനെ ദൈവം എന്ത് ചെയ്തു? രണ്ടാക്കി. ഈ രണ്ടാക്കിയതിനെ വീണ്ടും ഒന്നാക്കുന്നതിന് ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ക്രിസ്തുവും മണവാട്ടി സഭയും തമ്മിലുള്ള ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. ആദാമും ഹവ്വയും ഒന്നായിട്ട് സൃഷ്ടിച്ചു. അതിൽ നിന്ന് ഹവ്വയെ സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ ഹവ്വ എന്ന് പറഞ്ഞത് മാനത്തുനിന്ന് വേറെ പൊട്ടി വീണതല്ല, ആദാമിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഹവ്വയ്ക്കും എന്തില്ല? പാപമില്ല. പാപമില്ലാത്ത ഹവ്വയുടെ അടുക്കലേക്ക് പിശാച് പ്രലോഭനവുമായി വരുമ്പോൾ അവൾക്കതിനെ നന്നായി റെസിസ്റ്റ് ചെയ്ത് നിൽക്കാം. ഒറ്റ വാക്കിന് പിശാചിനെ പറഞ്ഞു വിടാം. കാരണം അതിനുള്ള അധികാരത്തോടെ ആ ദൈവം അവരെ സൃഷ്ടിച്ചത്. ആമേൻ. നമുക്ക് മുമ്പോട്ടൊന്ന് കടന്നു വരാം. ഒന്നാം മനുഷ്യൻ വൃക്ഷഫലം തിന്നുന്നത് വരെ അവന് ഈ കഴിവും ഈ അധികാരവും ഒക്കെ ഉണ്ടായിരുന്നു. വൃക്ഷഫലം തിന്നപ്പോഴാണ് ഇതെല്ലാം നഷ്ടം സംഭവിച്ചത്. ഇനി നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തു പാപം ചെയ്യാതെ ജഡത്തിൽ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ, ഞാനിത് ചൂണ്ടിക്കാണിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, ഒന്നാം ആദാമിന് ദൈവം കൊടുത്തിരുന്ന പ്രിവിലേജ് ഉണ്ടല്ലോ, ആ പദവിയും ആ അധികാരവും ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ചാൽ അത് ഒടുക്കത്തെ ആദാം എന്ന് പറയുന്ന യേശുവിൽ ദൃശ്യമായതൊക്കെ ഒന്നാം ആദാമിൽ ദൃശ്യമാകുമായിരുന്നു. അപ്പൊ യേശുക്രിസ്തു ഈ ഭൂമിയിൽ പരീക്ഷയെ ജയിച്ചു. പിശാചിന് അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. യേശു പിശാചിനെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കണം. പിശാചുമായിട്ടുള്ള ബന്ധത്തിൽ യേശു പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം
14:30 വായിച്ചാൽ. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോടൊരു കാര്യവുമില്ല. അവിടെ യേശു പറയുന്നത് എന്താ? ലോകത്തിന്റെ പ്രഭു എന്നവിടെ ചൂണ്ടിക്കാണിക്കുന്ന ആരെ? പിശാചിനെ. അവൻ എന്നോട് ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വി ഹാവ് നോ ഡീൽ. ഞാനും അവനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ എന്നിൽ ഒരു ക്ലെയിമും ഇല്ല, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. ഈ ഒരു പൊസിഷൻ ആയിരുന്നു ആർക്ക് കൊടുത്തിരുന്നത്? ഒന്നാമത്തെ മനുഷ്യനായ ആദാമിന് കൊടുത്തിരുന്ന പൊസിഷൻ ഇതായിരുന്നു. എന്ന് പറഞ്ഞാൽ പിശാചിന് അവന്റെ മേൽ ഒരു അപ്പർ ഹാൻഡും എടുക്കാൻ പറ്റത്തില്ല. ഏത് പരീക്ഷയും പ്രലോഭനവുമായി വന്നാലും അതിനെ എതിർത്ത് തോൽപ്പിച്ച് അവനെ പറഞ്ഞു വിടാനുള്ള കഴിവും അധികാരവും പ്രാഗൽഭ്യവും ഒക്കെ മനുഷ്യന് കൊടുത്തിരുന്നു. എന്നാൽ ഒന്നാം മനുഷ്യനായ ആദാമിന്റെ വീഴ്ചയിൽ നിന്ന് അടിമത്തവും പരാജയങ്ങളും എല്ലാം ക്രിസ്തുവേശുവിലൂടെ ദൈവം പുനഃസ്ഥാപിച്ചു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വരുമ്പോൾ മനുഷ്യൻ എന്തിനൊക്കെയോ അടിമയായിപ്പോയി. പാപത്തിന് അവൻ അടിമയായിപ്പോയി. പാപം അവനെ വാഴുന്ന ഒരവസ്ഥയായി. അതിൽ നിന്ന് അവന് മോചനം കിട്ടാത്ത രീതിയിൽ കയത്തിൽ വീണവനെ പോലെ, അല്ലെങ്കിൽ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചതുപ്പിനകത്ത് വീണ ഒരു മനുഷ്യനെ പോലെ. ചതുപ്പ് നിലത്ത് വീണ ഒരു മനുഷ്യനെ സ്വയം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുറത്തേക്ക് വരാൻ കഴിയാത്തതുപോലെ പാപത്തിന്റെ ചതുപ്പ് നിലത്തിൽ മനുഷ്യൻ വീണുപോയി. പിശാച് അവനെ അടിമയാക്കി, മരണം അവനെ കീഴ്പ്പെടുത്തി. അങ്ങനെ പരാജിതനായ ഒരു മനുഷ്യൻ യേശു ഈ ലോകത്തിൽ വരുമ്പോൾ എല്ലാവിധ പരാജയങ്ങളും പെട്ട് ഒന്നിൽ നിന്നും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ബന്ധിക്കപ്പെട്ട മനുഷ്യന്റെ അടുക്കലേക്കാണ് മനുഷ്യനായിട്ട് യേശു ക്രിസ്തു വരുന്നത്. ഇവനെ ഈ ബന്ധനത്തിൽ നിന്നും, ഈ ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്നും, പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്നും, മരണത്തിന്റെ ആധിപത്യത്തിൽ നിന്നും, അവനെ ഇന്ന് വാണുകൊണ്ടിരിക്കുന്ന സകല വാഴ്ചകളിൽ നിന്നും അവനെ പുറത്തു കൊണ്ടുവരേണ്ടതിന് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ആമേൻ തടവറയിലുള്ളവർക്ക് സ്വാതന്ത്ര്യവും എന്ന് വേണ്ട വിത്ത് എ ഗ്രേറ്റ് മിഷൻ യേശു ഈ ലോകത്തിൽ മനുഷ്യനായി വന്നത് മനുഷ്യൻ എന്തിനൊക്കെ അടിമപ്പെട്ടു പോയോ, അവൻ എന്തിനൊക്കെ പരാജിതനായോ, ആ പരാജയത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാനാണ്. ഇതൊക്കെ യേശു ചെയ്തു യേശുവിന് വേണ്ടിയല്ല. ആഫ്റ്റർ ഓൾ ഹീസ് ഗോഡ്. അവൻ ദൈവമായിരുന്നവൻ ഇപ്പൊ ആരായിട്ട് വന്നു? മനുഷ്യനു വേണ്ടി യാഗമായി തീർന്ന് മനുഷ്യന് വേണ്ടി ഈ വാഴ്ചകളിൽ നിന്നൊക്കെ അവനെ വിടുവിച്ചെടുക്കാൻ അതിനെ കീഴ്പ്പെടുത്തി. വായിച്ചോട്ടെ, കൊളോസിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. കർത്താവായ യേശു ക്രിസ്തു പറയാണ്, മനുഷ്യന് ദോഷമായി വരുത്തുന്ന സകലത്തെയും, എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ യേശു ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുമ്പോൾ നമ്മുടെ പ്രാണന്റെ രക്ഷ മാത്രമല്ല അവിടെ നടക്കുന്നത്, എല്ലാ അടിമത്തങ്ങളും അവിടെ മാറിപ്പോയി. എന്തൊക്കെ മനുഷ്യനെ അടിമപ്പെടുത്തിയിരുന്നോ, എന്തൊക്കെ മനുഷ്യനെ കീഴ്പ്പെടുത്തിയിരുന്നുവോ, അതിലേറ്റവും പ്രാധാന്യമുള്ളത് പാപം. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, കാരണം കർത്താവ് പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരത്രേ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ ആർക്കാ സ്വാതന്ത്ര്യം വേണ്ട? അടിമത്തത്തിൽ കിടക്കുന്നവനാണ്. രണ്ടാമത് പറഞ്ഞ എന്താ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. അങ്ങനെ ഓരോന്നും യേശുക്രിസ്തുവിലൂടെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം പുനഃസ്ഥാപിക്കാനിടയായി തീർന്നു. ആമേൻ, സ്തോത്രം. ഒന്നാം മനുഷ്യനായ ആദാമിന്റെ വീഴ്ച മുഖാന്തരം, അവന്റെ അനുസരണക്കേട് മുഖാന്തരം എന്തൊക്കെ അവന്റെ തുടർ ജീവിതത്തിൽ മാനവരാശി നേരിടേണ്ടി വന്നുവോ അതിൽ നിന്നെല്ലാം അവന് സ്വയം പുറത്തു വരാൻ കഴിയാതിരിക്കെ
യേശുക്രിസ്തു അവനെ പുറത്തു കൊണ്ടുവരുവാൻ തന്റെ മരണത്തിലൂടെ, തന്റെ പുനരുത്ഥാനത്തിലൂടെ, തന്റെ ഭൂമിയിലെ സ്തോത്രം വാസത്തിലൂടെ, ആത്മശരീരത്തിൽ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ സഞ്ചരിച്ചതിലൂടെ, പറുദീസയിൽ കടന്നു ചെന്നിട്ട് ആകാശങ്ങളിലൂടെ കടന്നുപോയി. ഇതെല്ലാം വലിയ മീനിങ് ഉണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വാസ്തവത്തിൽ, അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, വായിച്ചാട്ടെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാട്ടെ. അങ്ങനെ യേശുവിന്റെ നാമത്തെങ്കിൽ വായിച്ചാട്ടെ. അങ്ങനെ യേശുവിന്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും ഇതാണ് കീഴ്പ്പെടുക എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തെങ്കിൽ ഭൂമുഖത്തുള്ളവർ മാത്രമല്ല, അതിനകത്ത് സ്വർഗീയന്മാരെന്ന് പറയുമ്പോൾ എല്ലാ ദൂതഗണങ്ങളും ആകാശ ശക്തികളും എന്ന് വേണ്ട എല്ലാം അതിനകത്ത് ഉൾപ്പെട്ടു. അവൻ ഭൂമിയിൽ പിശാചിനെ പരാജയപ്പെടുത്തി. 2 ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി അടിമപ്പെടുത്തിയിരുന്ന ആത്മാക്കളെ അവിടുന്ന് സ്വതന്ത്രരാക്കി. 3 ആകാശ മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആകാശ ശക്തികളെയും ആയുധവർഗം വെപ്പിച്ചു. നമ്മുടെ മഹാപുരോഹിതൻ ആകാശത്തിലൂടെ കടന്നുപോയെന്ന് പറയുമ്പോൾ ആകാശത്തിന്റെ അധികാരത്തെ കൂടെ കീഴ്പ്പെടുത്തിയാ പോയിരിക്കുന്നത്. നമുക്ക് ഇന്നും മനസ്സിലാകാത്ത ഒരുപാട് സത്യമുണ്ട്. ഇന്നും പഴയ നിയമത്തിന്റെ പഴഞ്ചൻ കഹാനി പറഞ്ഞു നടക്കുന്ന മനുഷ്യരുണ്ട്, പ്രവാചകന്മാരുണ്ട്. എന്താ അവർ പറയുന്നറിയാമോ? ദാനിയേലിന്റെ പ്രാർത്ഥന 21 ദിവസം ആകാശ ശക്തികൾ തടുത്തു വെച്ചു. ഇന്നും മനുഷ്യനെ പേടിപ്പിക്കുന്ന ഇങ്ങനെയാണ്. ദാനിയേൽ പ്രാർത്ഥിച്ചിട്ട് 21 ദിവസം പിശാച് അവന്റെ പ്രാർത്ഥനയെ തടഞ്ഞു നിർത്തി, അതിന്റെ ഉത്തരത്തെ തടഞ്ഞു നിർത്തി. അതുപോലെ എന്റെ നിങ്ങളുടെ ഉത്തരം തടഞ്ഞു വെച്ചിരിക്കുന്ന നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിച്ച തടസ്സം മാറ്റാം. ദൈവത്തിന്റെ മക്കളെ, ഫൂളിഷ്. അങ്ങനെ ഒരു സംഭവം പുതിയ നിയമസഭയിലില്ല. തന്റെ ശരീരമാകുന്ന തിരശീല കീറി ജീവ പുതുവഴി സ്വർഗത്തിലേക്ക് തുറന്നു തന്നത് വഴിയിൽ ഒരുത്തനിരുത്തി തടയാനല്ല. ഫേക്ക് ഡോക്ടറിനാണത്. എന്റെയും നിങ്ങളുടെയും ഒരു പ്രാർത്ഥനയും ആർക്കും തടുക്കാൻ കഴിയില്ല. അത് അസ്ത്രം പോലെ അവന്റെ അടുക്കലേക്ക് എത്തിച്ചെല്ലും. ആകാശ ശക്തികൾ ഉണ്ട്, പക്ഷെ ആകാശ ശക്തികളെ കൂടെ ആയുധവർഗം വെപ്പിച്ചിട്ടാണ് യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും സകല മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങുമെന്ന് പറയുന്നത്. ചില പ്രവാചകന്മാർക്ക് പഴയ നിയമത്തിലെ ചില ചീളുണ്ടേലേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുണ്ടേലേ മനുഷ്യനെ പേടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പുതിയ നിയമത്തിന്റെ വ്യാഖ്യാനത്തിൽ യേശു കടന്നുപോയത്, നിങ്ങളൊരു വാക്യം വായിക്കുക. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പഠിപ്പിച്ച ഒരു സത്യമാണ്. ഒരു വാക്യം എന്റെ കണ്ണ് തുറപ്പിച്ചത് വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ ഇതൊക്കെ കേട്ട് വിശ്വസിച്ചു പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം തടുത്തു. 21 ദിവസം തടുത്തു നിന്നപ്പം വേറൊരു ഏഞ്ചലിനെ ദൈവം വിട്ടു. മിഖായേൽ വന്ന് അവിടെ യുദ്ധത്തിന് വിട്ടു. ഇവന് ഉത്തരം കൊടുക്കാൻ ദൂതനെ താഴോട്ട് വിട്ടതിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് ഒരു ദിവസം എന്റെ കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, മക്കളെ, കാലം കഴിഞ്ഞു പോയി. ഞാൻ എന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥന വഴി തടുക്കാനല്ല. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ധൈര്യത്തോടെ കയറി വരാനാ. അവന്റെ ശരീരം തകർത്തതും അവന്റെ നിർമ്മല രക്തം ഒഴുക്കിയതും എന്റെയും നിങ്ങളുടെ നിലവിളി വഴിയിൽ ഒരുത്തൻ തടഞ്ഞു നിൽക്കാനല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വേറൊരുത്തൻ കൈക്കൊള്ളാനല്ല. പിതാവിന്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുന്ന ആരാധന അവന് തന്നെ ചെന്നെത്തും. ഒരു ഉത്തരം അവന്റെ പക്കൽ നിന്ന് പുറപ്പെട്ടാൽ, ഒരാജ്ഞാശക്തി അവന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടാൽ അതിനെ തടുത്തു വെക്കാൻ ഈ ലോകത്തിന് ഒരു ശക്തിക്കും സാധ്യമല്ല. നിരാത്രി ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, വചനത്താൽ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്ക്. അവരുടെ ഫേക്ക് വാക്കുകളല്ല നിങ്ങൾ കേൾക്കേണ്ടത്. യേശു ക്രിസ്തു സ്വർഗം വിട്ടി താഴ്ന്ന ലോകത്തിലേക്ക് വന്നതും ഇവിടെ നിന്ന് മുകളിലേക്ക് കയറിപ്പോയതും, ആമേൻ സ്തോത്രം, പോയ വഴിയിലുള്ളവരെ എല്ലാം എന്തൊക്കെ എനിക്ക് നിങ്ങൾക്ക് ശത്രുക്കളായിട്ട്
എതിർത്ത് നിന്നിരുന്നുവോ, നന്മകളെ മുടക്കിക്കൊണ്ടിരുന്നുവോ, പ്രാർത്ഥനയെ തടുത്തുകൊണ്ടിരുന്നുവോ, അതിനെയെല്ലാം തകർത്തുകൊണ്ടാണ് യേശു പിതാവിന്റെ വലത്ത് ഭാഗത്ത് പോയിരിക്കുന്നത്. വായിച്ചോട്ട് ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ഒരിക്കൽ ദൈവം എന്നെ ഈ വചനം പഠിപ്പിച്ചോ പറഞ്ഞത് കണ്ണ് തുറന്നൊന്ന് വായിക്കാൻ പറഞ്ഞു. അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചുണ്ട്, ആകാശത്തിൽ കൂടി. എന്തിനാ വാക്ക് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ആ വാക്കിന്റെ സിഗ്നിഫിക്കൻസ് എന്നാണ്? അങ്ങനെ ഒരു വാക്ക് അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ആ വാക്കങ്ങ് സ്കിപ്പ് ചെയ്താൽ യേശു കടന്നുപോയൊരു മഹാപുരോഹിതൻ നമുക്കുണ്ടെന്ന് എഴുതിയാൽ മതി. പക്ഷെ ഈ ആകാശത്തിലൂടെ കടന്നുപോയി എന്ന് പറയുമ്പോൾ ആകാശത്തിൽ എന്തോ ഉണ്ടെന്നാണ്. എന്താ ഈ ആകാശത്തിൽ ഇരിക്കുന്നത്? പണ്ട് ഈ സ്വർഗസ്വനായ പിതാവേ ചെല്ലുമ്പം പണ്ടത്തെ മലയാളം അനുസരിച്ച് പറയുന്ന ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവായെ, അത് പഴയ ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയാം. സ്വർഗസ്വനായ പിതാവേ എന്നല്ല പ്രാർത്ഥിക്കുന്നു, അന്ന് വിളിക്കുന്ന അപ്പൊ ശരിക്കും പറഞ്ഞ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാബ വേറെയാണ്. അങ്ങനെ ഒരു സംഭവം ആകാശത്തിൽ ഇരിപ്പുണ്ട്. ആകാശത്തിൽ ആരാ ഇരിക്കുന്നു നോക്കിക്കോളൂ. വന്നാട്ടെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യം വായിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഈ വാക്യം വായിച്ചവർക്ക് മനസ്സിലായല്ലോ എന്താ സംഭവം. നമ്മളും ഈ കൂട്ടത്തിൽ പെട്ടവരായിരുന്നു. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നവരായിരുന്നു. എന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ ദൈവത്തിന്റെ മക്കളെ. ആകാശത്തിന്റെ ശക്തിയുമുണ്ട്, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവും ഉണ്ട്, അതിന് അധിപതിയുമുണ്ട്. ഇവനെല്ലാം എവിടെ ഇരിക്കുന്നത്? ആകാശത്തിൽ. അവിടെ ആയിരുന്നു അവന്റെ സ്ഥാനം. എന്നാൽ സ്വർഗം എന്ത് ചെയ്തു? രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു തടസ്സത്തെ എടുത്തു മാറ്റി, ആ ഒരു ഒബ്സ്റ്റക്കിൾ എടുത്തു മാറ്റി. ഇന്നവര് സ്വതന്ത്രരാ. എന്നാൽ രക്ഷിക്കപ്പെടാത്തവൻ ഇപ്പോഴും ഇതൊക്കെ ഉണ്ട്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളും അതിനകത്ത് പെട്ടവരായിരുന്നു. എന്നാൽ ദൈവം നിങ്ങളെ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്തു? ക്രിസ്തുവേശുവിൽ സ്വതന്ത്രരാക്കി. ഞാനും നിങ്ങളും സ്വാതന്ത്ര്യം ലഭിച്ചവരാണ്. എനിക്ക് നിങ്ങൾക്കും ഇനി നമ്മുടെ പ്രാർത്ഥനയെ തടുക്കാൻ ആർക്കും കഴിയില്ല, ഒരാകാശ ശക്തിക്കും. കാരണം യേശു ആകാശത്തിലൂടെ കടന്നു പോയപ്പോൾ ആകാശ ശക്തികളുടെ മേലും ജയമെടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്പെസിഫിക്കലി പറഞ്ഞത് അവൻ ആകാശത്തിലൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് ഒക്കെ നമ്മൾ എൻലൈറ്റൻ ചെയ്ത് വായിക്കുമ്പോഴാണ് ദൈവവചനത്തിന്റെ സത്യങ്ങളും മർമ്മങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ക്രിസ്തുവേശു എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും, കൊലോസ്യർ 2:15 നാം വായിച്ചത്, എല്ലാ വാഴ്ചകളെയും എല്ലാ അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി ആമേൻ അതിനെ പരസ്യമായ കാഴ്ചയാക്കി. ഇനി വായിച്ചാട്ടെ എഫേസ്യർ 1:20 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ 1:20 തൊട്ട് 22 വരെ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറയണേ 3 ദിവസം ബൈബിൾ ക്ലാസ് എടുക്കേണ്ടി വരും. നമ്മൾ അവിടോട്ട് ഇപ്പൊ പോകുന്നില്ല. നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിനിടയിൽ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഒക്കെ മീതെ ആരെ ഇരുത്തി?
ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതെല്ലാം അവന് കീഴ്പ്പെട്ടു. അവന് വേണ്ടിയല്ല ഇതെല്ലാം കീഴ്പ്പെട്ടത്. ഇനി ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ഡിസൈൻ നോക്കുക. ഇതാർക്ക് കീഴ്പ്പെട്ടു? തലയാകുന്ന ക്രിസ്തുവിന് കീഴ്പ്പെട്ടെങ്കിലും ശരീരമാകുന്ന സഭയ്ക്ക് ഇതുവരെ കീഴ്പ്പെട്ടില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ശരീരമാകുന്ന സഭയുടെ തലയാണ് ക്രിസ്തു. തലയായ ക്രിസ്തുവിന് ഇതെല്ലാം കീഴ്പ്പെട്ടെങ്കിലും, മരണം അവന് കീഴ്പ്പെട്ടു, എല്ലാ വാഴ്ചകളും അവന് കീഴ്പ്പെട്ടെങ്കിലും, ഇന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ തലയാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഇന്നും മരണത്തെ ജയിച്ചിട്ടില്ല. അതാണ് ഒടുക്കത്തെ ശത്രുവായിട്ട് ഇന്നും എന്ത് ചെയ്യുന്നു? അവശേഷിക്കുന്നു. അപ്പൊ ഞാനും നിങ്ങളും രൂപാന്തരപ്പെട്ടോ പുനരുദ്ധാനം ചെയ്തോ കഴിഞ്ഞാൽ മാത്രമേ ഏത് ശത്രു കീഴ്പ്പെടുത്തുള്ളൂ നമുക്ക്? മരണമെന്ന ഒടുക്കത്തെ ശത്രു. അതുവരെ യേശു പിതാവിന്റെ വലത്ത് ഭാഗത്ത് വാഴേണ്ടതാകുന്നു. അപ്പോൾ വാഴ്ചകളും അധികാരങ്ങളും എല്ലാം അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് പൂർണ്ണമായിട്ടും അവന് മാത്രമേ അത് കീഴ്പ്പെട്ടിട്ടുള്ളൂ. അത് കീഴ്പ്പെട്ടത് അല്ലെങ്കിൽ കീഴ്പ്പെടുത്തിയത് അവന് വേണ്ടിയല്ല. കാരണം അവൻ ഗോഡ്ലി നേച്ചറിൽ ഇരിക്കുമ്പോൾ ഇതെല്ലാം അവൻ ഓൾറെഡി കീഴ്പ്പെട്ടതാണ്. നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അവൻ ദിവ്യത്വത്തിലിരിക്കുമ്പോൾ, അവൻ മഹത്വത്തിലിരിക്കുമ്പോൾ ഇതെല്ലാം അവന്റെ ചൊൽപ്പടിക്കാണ്. എന്നാൽ അവൻ മനുഷ്യനായി വന്നപ്പോൾ ഇതിനെയെല്ലാം അവൻ ജയിക്കേണ്ടതായി വന്നു. കാരണം അവൻ ആ ജയമെടുത്തത് അവന് വേണ്ടിയല്ല, മാനവരാശിയുടെ വീഴ്ചയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവർ അതിന്റെ മേൽ ജയമെടുക്കേണ്ടതിന് പ്രാരംഭമായി യേശു മനുഷ്യനായി വന്നതിന്റെ മേലെല്ലാം ജയമെടുത്തു. അത് ആർക്ക് വേണ്ടി എടുത്തു? എനിക്ക് നിങ്ങൾക്കും വേണ്ടി. എന്നാൽ നമുക്ക് ജയമെടുക്കാൻ ഓരോരോ സ്റ്റെപ്പ് അനുസരിച്ചാണ്. ഇപ്പൊ നമുക്ക് പിശാചിന്റെ മേൽ ജയമുണ്ട്. പക്ഷേ ഒറ്റ കാര്യത്തിന് മാത്രം ഇപ്പൊ ജയമില്ല. ഏതിൽ മാത്രം? മരണത്തിന്റെ മേൽ. അതിനും ദൈവം നമുക്ക് ജയം തരും. ഇപ്പറഞ്ഞവയെല്ലാം യേശു ക്രിസ്തുവിന് കീഴ്പ്പെട്ടു എങ്കിലും മനുഷ്യർക്ക് പൂർണ്ണമായി വിജയം നേടുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പിശാചിനോട് എതിർത്ത് നിൽപ്പാനും, അതായത് ഏദൻ തോട്ടത്തിൽ ഒന്നാം മനുഷ്യനായ ആദാം നന്നായിട്ട് എതിർത്ത് നിൽക്കാൻ അവന് കഴിയുമായിരുന്നെങ്കിലും അവൻ കീഴ്പ്പെട്ടുപോയി. എന്നാൽ ഇന്ന് ദൈവസഭയോട് ചേർക്കപ്പെട്ട കൃപ പ്രാപിച്ച യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പിശാചിനോട് ധൈര്യത്തോടെ എതിർത്ത് നിൽക്കാനുള്ള അധികാരമുണ്ട്. അത് യേശുവിലൂടെ നമുക്ക് ലഭിച്ച ഒരു വലിയ വിടുതലാണ്. യേശുക്രിസ്തുവിലൂടെ എനിക്കും നിങ്ങൾക്ക് ലഭിച്ച വലിയൊരു വിടുതലാണത്. പിശാചിനോട് എതിർത്ത് നിൽക്കാനും അവന്റെ മേൽ ജയമെടുക്കാനും സാധിക്കുക എന്ന് പറയുന്നത്. ആമേൻ, സ്തോത്രം. അവനെ ജയിപ്പാൻ നമ്മെ ദൈവം അധികാരപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആരംഭ വ്യവസ്ഥ ഇപ്പോഴും പാലിക്കപ്പെടണം. എന്തുകൊണ്ടാണ് ഇപ്പോഴും ദൈവമക്കൾ പിശാചിനോട് തോറ്റുപോകുന്നത്? ഇതൊന്ന് പഠിക്കണം. നമ്മളാരും തോറ്റു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് തോറ്റുപോകുന്നത്? പിശാച് ഇന്നും എന്തുകൊണ്ട് മനുഷ്യന്റെ മേൽ അപ്പർ ഹാൻഡ് എടുക്കുന്നു? നമുക്ക് അധികാരമില്ലേ? ശാസിക്കാൻ അധികാരം തന്നിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാ പോകാത്തത്? അതിനൊരു കാരണമുണ്ട്. ചുമ്മാതല്ല. കാരണം അധികാരമുണ്ട്, പക്ഷെ അധികാരം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ആ അധികാരത്തെ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ അനുഭവമാക്കാൻ പറ്റുന്നില്ല. അതിനൊരു കാരണമുണ്ട്. നമുക്ക് അവിടേക്ക് വരാം. അതുകൂടെ വായിച്ച് നമുക്ക് നിർത്താം. യാക്കോബിന്റെ ലേഖനം 4:7 വായിച്ചു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. മനസ്സിലായല്ലോ എന്താ സംഭവം? പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തിന് കീഴടങ്ങണം. ഇത് തന്നെയാ ഉൽപ്പത്തിയിൽ പറഞ്ഞ, മനുഷ്യ നീ എനിക്ക് കീഴ്പ്പെട്ടിരുന്ന് സകലതും നിനക്ക് കീഴായിക്കോളും.
ഇതാണ് ഇതിന്റെ ക്ലൂ. പലപ്പോഴും മനുഷ്യൻ പിശാചിന്റെ മേൽ അധികാരമില്ലഞ്ഞിട്ടല്ല, പക്ഷെ ആ അധികാരം എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിന്റെ കാരണമായി യാക്കോബ് പറയുന്നത്, പിശാചിനോട് എതിർത്ത് നിൽക്കുന്നതിന് മുമ്പ് ആദ്യം ആർക്ക് കീഴ്പ്പെടും? ദൈവത്തിന് കീഴ്പ്പെടുവിൻ, അവന്റെ അധികാരത്തിന് കീഴ്പ്പെടുവിൻ, അവന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടുവിൻ, അവന്റെ വചനത്തിന് കീഴ്പ്പെടുവിൻ. അങ്ങനെ ഞാനും നിങ്ങൾ ദൈവത്തിന്റെ ആലോചനയ്ക്കും ദൈവത്തിനും കീഴ്പ്പെട്ട് നിന്ന് പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ എന്ത് ചെയ്യും? നമുക്ക് നേരെ നിൽക്കാൻ അവന് പറ്റത്തില്ല. കാരണം അവൻ നമ്മെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19 വായിച്ച്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. ചിലര് പറയുന്നത് ഒന്ന് ശാസിച്ചേക്കരുത് കൂടി ഞാൻ പോരുവെന്ന. ഇതാണ് പേടിപ്പിക്കുന്ന ശുശ്രൂഷ. കർത്താവ് നമ്മെ പേടിപ്പിക്കുകയല്ല. യേശു പറഞ്ഞാൽ കാല് പൊക്കി ചവിട്ടിക്കോളാൻ പറഞ്ഞു. ഒന്നും നിങ്ങൾക്ക് എന്ത് വരത്തില്ല, ഒരു ദോഷവും വരുത്തില്ല. പക്ഷെ അപ്പോഴും കണ്ടീഷൻ നിൽക്കുന്നു, ദൈവത്തിന് കീഴടങ്ങി ഇരുന്നോണ്ട് വേണം ഇതൊക്കെ ഈ അഭ്യാസം കാണിക്കാൻ. കീഴടങ്ങാതെ അഭ്യാസം കാണിച്ചാൽ ചിലപ്പോൾ അടി കിട്ടും, അത് ഉറപ്പാ. ഈ പലപ്പോഴും അടി കിട്ടുന്നതിന്റെ കാര്യം ഇതാ, ദൈവം ഒരു നിബന്ധന ഇട്ടിട്ടുണ്ട്, ദൈവം ഒരു വ്യവസ്ഥ ഇട്ടിട്ടുണ്ട്. മനുഷ്യ, നിന്നിൽ പിശാചിന്റെ മേൽ അധികാരം വെളിപ്പെടണമെങ്കിൽ അതിന് യേശു ഒറ്റ ശാസന ശാസിച്ചപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞൊക്കെ ഓടുന്ന കണ്ടോ? എന്തേലും പറഞ്ഞോട്ട് നിന്നു? ഇന്ന് നമ്മളെന്താ ശാസിച്ചാ പോവാത്ത? അതിന്റെ പ്രധാന കാര്യം ഇതാ, പലപ്പോഴും മനുഷ്യൻ ദൈവത്തിന് എന്ത് ചെയ്യുന്നില്ല, പൂർണ്ണമായിട്ടും കീഴ്പ്പെടുന്നില്ല. ഏത് മനുഷ്യൻ പൂർണ്ണമായി ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചാൽ അവൻ ഒറ്റ ശാസന ശാസിച്ച പിശാച് പറകോടും. ഇത് കർത്താവ് തന്ന അധികാര. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് തിരിച്ചൊരു ദോഷവും വരുത്തുകയില്ല. സാധാരണ പാമ്പിനെ ചവിട്ടിയ എന്തായിരിക്കും സംഭവിക്കുന്നത്? സാധാരണ ഒരു പാമ്പിനെ ചവിട്ടിയ പാമ്പ് കാലിലിട്ട് കൊത്തും. പക്ഷെ കർത്താവ് പറയുന്നു, എന്റെ അധികാരമുള്ളവന്റെ ആ അധികാരത്തിൽ നിന്ന് അവൻ ആ പാമ്പിനെ ചവിട്ടിയാൽ പാമ്പിനെ തിരിച്ചു കടിക്കാൻ വാ പൊളിഞ്ഞിട്ട് വേണം. ഇത് വകുപ്പ് വേറെയാണ്, ഈ അധികാരം വേറെയാണ്. അപ്പൊ ആരെങ്കിലും നിങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പേടിയൊക്കെ ഇന്ന് രാത്രി എടുത്ത് കളഞ്ഞേക്കണം. നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം ഇപ്പോഴും നിൽക്കുന്നു, ദൈവത്തിന് കീഴ്പ്പെട്ടിരിപ്പീൻ. ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ ആലോചനയ്ക്കും ദൈവത്തിന്റെ കൽപ്പനകൾക്കും ഒക്കെ ഏത് വ്യക്തി കീഴ്പ്പെട്ടിരിക്കുന്നു അവനെതിരെ ഒരു ശത്രുവിനും നിൽക്കാൻ സാധ്യമല്ല. യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ഞാനും നിങ്ങളും ജയാളികളായി ലോകത്തിൽ ജീവിക്കേണ്ടതിനാണ്. നമുക്ക് തലവണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളും ഒന്ന് ഒരുക്കി കൊടുത്തവർ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അങ്ങീ ലോകത്തിൽ കടന്നു വന്നു, എന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി, പാപത്തിന്റെ അടിമത്തത്തിൽ തന്നെ വിടുവിച്ചു. ഇരുളെന്നെ വാണുകൊണ്ടിരുന്ന സ്ഥാനത്ത് വാഴ്ചയിൽ തന്നെ സ്വതന്ത്രനാക്കി. പിശാചിന്റെ മേൽ എനിക്ക് അധികാരം തന്നു. അതിന്റെ നന്മകൾ അനുഭവിച്ച്, അതിന്റെ സന്തോഷം അനുഭവിച്ച്, അതിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ കൃപ തരണമേ. ദൈവത്തിന് കീഴ്പ്പെട്ട്, ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെട്ട് ജീവിതത്തെ നയിക്കാൻ ഈ രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അങ്ങനെയെങ്കിൽ സാത്താൻ വിട്ട് ഓടിപ്പോകും.
ഒരു സാത്താന്യ ശക്തിക്കും രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു ദൈവവചന്റെ നേരെയും യോശുവയോട് ദൈവം പറയുന്നത് ഓർമ്മ വേണം, ഒരു നായ പോലും നിന്റെ നേരെ നാവനക്കുകയില്ല. അത് മനുഷ്യ നായ്ക്കളായാലും സാക്ഷാൽ നായ ആയാലും ഒരുപോലെയാണ്. ഒന്നും നിനക്ക് നേരെ നിലനിൽക്കത്തില്ല. പൈശാചികന്റെ ഒരു തന്ത്രവും നിലനിൽക്കുകയില്ല. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പുത്രൻ പിതാവിന് പൂർണ്ണമായും കീഴ്പ്പെട്ടിരുന്നത് കൊണ്ട്, പിതാവിന്റെ ഇഷ്ടം മാത്രം നിറവേറാൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് പുത്രൻ ഒരിടത്തും പരാജയപ്പെട്ടില്ല. ഒരു പിശാചും അവന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ ഇടയായില്ല. അവർ കവന്ന് വീണിട്ട് നമസ്കരിച്ചു. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് വിളിച്ച് കുമ്പിട്ടു. സ്തോത്രം. രാത്രി ദൈവവചനത്താൽ നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തരട്ടെ. അവൻ ആകാശങ്ങളിലൂടെ കടന്നുപോയി ആകാശ ശക്തികളെ, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന അന്തരീക്ഷ ശക്തിയെ അവൻ ആയുധവർഗം വെപ്പിച്ചു. എന്നെയും നിങ്ങളായിട്ട് അമ്മാനമാടാനല്ല യേശു ആകാശങ്ങളിലൂടെ കടന്നുപോയത്. ആ അധികാരത്തെ ആയുധവർഗം വെപ്പിച്ചു. അതുകൊണ്ട് വി ആർ സെലിബ്രേറ്റിംഗ് ദ വിക്ടറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രൂശിൽ നേടിയ വിക്ടറി, പിശാചിന്റെ മേൽ നേടിയ വിക്ടറി, പാപത്തിന്റെ മേൽ നേടിയ വിക്ടറി. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ യേശു ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ രാത്രിക്കായി സ്തോത്രം. അവിടുന്ന് ആകർഷിച്ച് കൂട്ടിവരുത്തി ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ കേൾക്കുന്ന പരിശുദ്ധ വചനം ഞങ്ങളുടെ ശരീരത്തിനും പ്രാണനും ആത്മാവിനും വേണ്ടി ദൈവം നൽകി തരുന്നതാകൊണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അതിന്റെ നന്മകളും വിടുതലുകളും സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. വചനം കേട്ട എല്ലാവരിലും ആത്മാവ് പരിവർത്തിക്കണം. നല്ല നിലത്ത് വീണ വിത്ത് പോലെ അത് 30, 60, 100 മേനി വിളവുണ്ടാകുവാൻ ദൈവം സഹായിക്കണം. ഇന്നല്ലെങ്കിൽ ചെയ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. കഴിയാതെ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അനുഗ്രഹിക്കണം. ദൈവവചനം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അയക്കുന്നത് ഞങ്ങളുടെ നന്മയ്ക്കാകൊണ്ട് അതിലുള്ള ജീവൻ ഞങ്ങളിലൂടെ ദൃശ്യമാകുവാൻ അവിടുന്ന് സഹായിക്കണം. ശുശ്രൂഷിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഒരിക്കൽ കൂടി എക്സാമിന് വേണ്ടി ഒരുക്കപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കരങ്ങളിൽ കൈമാറുന്നു. ഞങ്ങളെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സൂക്ഷിച്ചു വഴി നടത്തണം. തന്ന എല്ലാ നന്മയ്ക്കായി കൂട്ടായ്മകൾക്കായി സ്തോത്രം. മഹത്വവും മാനവും കർത്താവിന് യേശുക്രിസ്തുവിന് അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും ഭൂലോകമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഗ്രേസ് ആൻഡ് ട്രൂത്ത് ക്രിസ്ത്യൻ മിനിസ്റ്റർ പ്രവർത്തനങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഇവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ